വേണ്ട വേണ്ട, കഴിഞ്ഞ കുറി അമ്മുവായിരുന്നു പോലീസ്, ഇക്കുറി ഞാനാ. വേണ്ട വേണ്ട, ഞാൻ തന്നെ പോലീസ്. അവൻ എവിടെ പോയി? കാണുന്നില്ലല്ലോ. കണ്ണാരം പൊത്തി മൂക്കാരം പൊത്തി കണ്ണുള്ള കള്ളനെ തൊട്ടിട്ടുമ്പോ അമ്മടെ കള്ള, അവനെ തീർച്ചയായും കണ്ടുപിടിക്കണം. പെരുങ്കള്ളനാ, നാട് വിട്ടുണ്ടോ? ഞാൻ പോലീസാണെങ്കിൽ അവനെ കണ്ടുപിടിക്കും. അവൻ കള്ളനാ. പെരുങ്കള്ളൻ എവിടെയായിരുന്നു? കുട്ടൻ ഒളിച്ചു കളിക്കായിരുന്നു. ഓ, ഒരു കള്ളൻ. കുട്ടൻ കുറുമ്പനാണ്. എന്റെ സൂത്രം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കള്ളൻ. പെരുങ്കള്ളൻ ഒളിച്ചു കളിക്കുക. ശരിയാണ്. അവൻ വിചാരിച്ച നമ്മൾ കണ്ടുപിടിക്കില്ല. എന്നാലും നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എടാ കള്ള, ചേച്ചിനെ കണ്ടുപിടിച്ചടാ. ഉപ്പ് അത്രയ്ക്കൊന്നും ഒപ്പില്ലല്ലോ. നല്ല സാധനം തന്നെ. വിളമ്പ്. അവള് കൊച്ചുകുട്ടിയല്ലേ, നീ നനയ്ക്കാത്തൊരാള്. കള്ളി മൂത്രമൊഴിച്ചിട്ട് കണ്ടു ചിരിക്കുക. നോക്കൂ, നല്ല പൊട്ട്. ഞാൻ പോവായി അമ്മേ. ജാനു കുട്ടിനെ നോക്കിക്കണം കേട്ടോ. മനുഷ്യരെ പോലെ മൃഗങ്ങളും സ്നേഹിക്കുന്നു. മനുഷ്യരെക്കാൾ സ്നേഹമുള്ളവരാണ് മൃഗങ്ങൾ എന്നാണ് ഈ കഥയുടെ ഗുണപാഠം. ശരിയാണ് ടീച്ചർ. അമ്മ എപ്പോഴും എന്നെ മൃഗമെന്നാ വിളിക്കാറ്. നിങ്ങൾ പീഡിയ കളിക്കണേ? ആരാ നിങ്ങളുടെ പീഡിയക്കാരൻ? കുട്ടൻ.
പീടികയിൽ എന്തൊക്കെയുണ്ട്? ഇത് പെണ്ണുങ്ങളുടെ പീടിയാണ്. ആണുങ്ങളുടെ പീടിയപ്പോ ഒരു സാർ അരി. പച്ചരിയോ പുഴുക്കലരിയോ? പച്ചരി. വീട്ടിൽ അപ്പം ഉണ്ടാക്കാനാവും. ആ, എന്താ വില? 1 രൂപ. എന്നാ മുതലാളി. കുട്ടാ, ഞാനെനിക്ക് പഞ്ചാര. എന്നാ മുതലാളി. കുട്ടാ. ആ, കുട്ടൻ പണക്കാരനായല്ലോ. എവിടെ പോയിടി നമ്മുടെ സന്താനങ്ങള്? അതേ വരണു. സ്കൂള് വിട്ടി വന്ന ഒരു നിമിഷം വീട്ടിൽ കുത്തിയിരിക്കില്ല, തെണ്ടാൻ ഇറങ്ങും രണ്ടും കൂടെ. എവിടെയായിരുന്നടി നിങ്ങൾ ഇതുവരെ? ഞങ്ങള് കളിക്കായിരുന്നു അച്ഛാ. അവിടെ ഒരു കളി, ഒരു ആട്ടുംകുട്ടി. എന്താടി നിന്റെ നാം ഇറങ്ങിപ്പോയോ? കളി കുറച്ച് കൂടണം. എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞ അവള് കൂട്ടാക്കില്ല. കൂട്ടാക്കിയില്ലെങ്കിൽ നല്ല ചുട്ട അടി കൊടുക്കണം. അമ്മു, അടി അമ്മു, ഇവിടെ വാ. വിളിച്ചു വെച്ചാ? നിന്നോട് എത്ര തവണ പറയുന്നടി അവനെ കെട്ടിയിടാൻ? അനുസരണ ഇല്ലാത്ത ജന്തു. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ ഫലം? ഈ നശിച്ച ആട് കാരണം ഒരു വസ്തു ഇവിടെ പിടിക്കില്ല.
കൂട്ടത്തിൽ ആരാ ആദ്യം എടുക്കാൻ നോക്കാലോ. ഞാനാണ് ആദ്യം വെച്ച് നോക്കാം. ഞാനെടുത്തു. അല്ലല്ല ചേച്ചി കുട്ടനെന്റെ പഴം കട്ട് നിന്നു. കുട്ടൻ മഹാ ചീത്തയാ. സാരില്ല കേട്ടോ, ചേച്ചി കുട്ടനെ അടിക്കാട്ടോ. പഴം കൊതിയെ എടാ കള്ള, ഈ ജാനുവിന്റെ പഴം കെട്ടുന്നോ? ചീത്ത കുട്ടി, നീ അപ്പോ കൈ കേട്ടോ. ജാനു, ഇനി അവൻ കക്കില്ലാട്ടോ. കക്കും കക്കും കള്ളൻ. പിറന്നാളാണ്. നിങ്ങൾ രണ്ടുപേരും വരണം. പായസമുണ്ടെങ്കിൽ ഞാൻ വരാം. നല്ല പാൽപ്പായസം തന്നെ ഉണ്ടാവും. വേറെ എന്തൊക്കെയുണ്ട്? അവിയലുണ്ടാവും, തോരനുണ്ടാവും, ഉപ്പേരി ഉണ്ടാവും, സാമ്പാറുണ്ടാവും, പപ്പടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാൽ ഞങ്ങൾ നാളെ നേരത്തെ വരാം കേട്ടോ. ശരി. പാൽപ്പായസം വെക്കണം. അത് കുട്ടന്റെ അമ്മോട് പറയും. കുട്ടന്റെ അമ്മ ഞാനിട്ടല്ലേ? കുട്ടന്റെ അമ്മ ചേച്ചിയാ. എന്നാലേ കുട്ടന്റെ പിറന്നാളിന് അമ്മ പായസം വെക്കണം. അമ്മേ പായസം. കഴിക്കടാ. നിൽക്കു കുട്ടാ ഇവിടെ. പോ കുട്ടാ പോ. നീ ഇതൊക്കെ തിന്ന് നശിപ്പിച്ച് അച്ഛൻ എന്നെ അടിക്കുക. ഇത് കണ്ടാൽ നിന്റെ അച്ഛൻ ഈ പെര പൊളിച്ച് പന്തലിടും. ചേച്ചി നല്ല വേദനയുണ്ടോ ചേച്ചി? ഈ കള്ളൻകുട്ടൻ കാരണ ചേച്ചിക്ക് അടികൊണ്ടത്.
എന്തിനായിരുന്നു ഈ അടിയും വെടിയും ബഹളവും? പാവം കുട്ടി. നീ ആ തോട്ടമൊന്ന് പോയി നോക്ക്, അപ്പോഴറിയാം നിനക്ക് എന്റെ വേദന. അപ്പോ നിങ്ങൾക്കുണ്ടല്ലേ വേദന? നാവിന് നീളം കൂടുന്നു. ഊവോ, നിങ്ങൾക്ക് ചെടികൾ പ്രാണൻ, മോക്കേ ആട്ടുംകുട്ടി പ്രാണൻ. ശരിയാണ് ദേവു. അച്ഛന്റെ മോടെ സ്വഭാവം ഒന്ന് തന്നെയാന്നാ ഞാൻ പറഞ്ഞു. നടുക്ക് സൽസ്വഭാവിയായ ഭാര്യയും. പാവം കുട്ടി, എന്തുമാത്രം വേദനിച്ചു കാണും. കുട്ടനെ ബുദ്ധി തോന്നിക്കണേ, ചേച്ചിക്ക് അച്ഛന്റെ നടി കൊള്ളാണ്ടിരിക്കണമേ. എന്തോ എന്താ വിളിച്ചത്? അവളെവിടെ? അമ്മു. അവളുടെ കരച്ചിൽ ഇനിയും മാറിയിട്ടില്ല. അവളെ വിളിക്കും. അമ്മു, അമ്മു, അച്ഛൻ ഇങ്ങോട്ട് വാ മോളെ. മോളെ മോളെ നല്ല മാല. മോക്ക് നല്ല ഭംഗിയുണ്ട്. ഈ പടി കൊണ്ട വേദനയൊക്കെ പോയി. ഒന്നെനിക്ക്
ചിക്കിലകം കിളിയിലകം കുത്തരട്ടെ ചത്തിരിക്കും. എന്താ പറയൂ? താക്കോൽക്കൂട്ടം. കുട്ടനോട് സംസാരിക്കാൻ കഴിഞ്ഞു. എന്ത് രസമായിരുന്നു അല്ലേ? ശരിയാ. കുട്ടന് വർത്തമാനം പറയാൻ അറിയാലോ. എന്നിട്ട് ഞങ്ങളാരും കേട്ടിട്ടില്ലല്ലോ. കുട്ടനെ എന്നോട് വർത്തമാനം പറയാറുണ്ടല്ലോ. ഇന്നലെയും കൂടെ എന്നോട് പറഞ്ഞു. ഇന്നലെ എന്താ കുട്ടൻ പറഞ്ഞത്? ഞാനൊരു കള്ളിയാന്ന്. ചേച്ചിയല്ലേ കള്ളി? അതുകൊണ്ടല്ലേ ചേച്ചിക്ക് അച്ഛൻ്റെ എപ്പോഴും മടികൊള്ളണത്. ചേച്ചി നാളെ കുട്ടനെ പൂരത്തിന് കൊണ്ടുപോവാട്ടോ. മോളെ ജാനു, സൂക്ഷിച്ചു നടക്കണം. തിരക്കിപ്പെട്ട പിന്നെ മോളെ കാണാൻ പറ്റില്ല. മോളെന്റെ ഉടുപ്പ് പിടിച്ചോ? ശരിയാ മോളെ, ചേച്ചിയുടെ ഉടുപ്പേ പിടിച്ചോ. അമ്മ ആന ഉണ്ടാവോ അമ്മ? പിന്നില്ലേ മോളെ, എന്തുമാത്രം ആനയാണെന്നോ. എന്നാ എനിക്ക് എടുക്കാനൊരു ആന മേടിച്ചു തരുമോ? ചേച്ചിക്ക് ആടില്ലേ? അപ്പൊ മോക്കൊരാന. അമ്മ വെടിക്കെട്ടുണ്ടാവില്ലേ? പിന്നില്ലേ മോളെ, രാത്രിയും പകലും ഒക്കെ വെടിക്കെട്ടുണ്ട്. നല്ല ഭംഗി ഉണ്ടാവില്ലേ ജാനു? നല്ല ഭംഗിയുണ്ടാവും.
ജോസഫ്, എന്തോ? കല്യാണ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഓ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട് വരുന്നു മുതലാളി. അപ്പോ നമുക്ക് കോഴി എത്രയാണ് വേണ്ടത്? കോഴി ഒരു 100 എണ്ണം ഓ, ആയിക്കോട്ടെ. 100. ആടോ? ആട് ഒരു 10 എണ്ണം. ആ, ഇളയ ആട് നോക്കി 10 എണ്ണം ആയിക്കോട്ടെ. പിന്നെ താറാവ്? താറാവ് ഒരു 30 എണ്ണം വാങ്ങിച്ചോളൂ. ഓ, 30 എണ്ണം വാങ്ങിക്കാം. പോരാതെ വരരുത്. എങ്കിൽ 40 എണ്ണം വാങ്ങിക്കാം. ആ, അത് പിന്നെ പശു, പിന്നെ നല്ല കാളമൂരി കിട്ടുകയാണെങ്കിൽ ഒരു 2 എണ്ണം വാങ്ങിക്കും. 2 എണ്ണം വാങ്ങിക്കാം. പിന്നെ നമുക്ക് വെടിയിറച്ചി വേണ്ടാവോ? വെടിയിറച്ചി ഇപ്പൊ കിട്ടുമോ? അയ്യോ, നമ്മുടെ അന്തപ്പനാണ് കൂടെ ഉള്ളത്. ഓഹോ. അന്തപ്പൻ നല്ല ഒന്നാം തരം ഉന്നം തെറ്റാതെ വെടിവെക്കുന്നവനാണ്. പണ്ട് ആനയെ ഉന്നം വെച്ച് വെടിവെച്ചിട്ട് വാവലാണ് താഴെ വീണത്. അതൊന്നും വേണ്ട. ജോസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ചെയ്താൽ മതി. കോഴി, ആട്, താറാവ്, കാളമൂരി ഇതൊക്കെ വാങ്ങിക്കണം. പൈസ കൊണ്ടുപോകും. ഇവിടെ വന്നിട്ട് കൊല്ലണോ അതോ കൊന്നിട്ട് വരണോ? ഇവിടെ വന്നിട്ട് കൊന്നാ മതി. പൈസ മതിയല്ലോ. ആ, പൈസ എല്ലാം മതി. അന്തപ്പോ റെഡി ആയിക്കോ. ആ, കയറിട്ട കാള നല്ല ലക്ഷണമാണ്. മുതലാളി പറഞ്ഞ സാധനങ്ങളുമായിട്ടല്ലാതെ വീട്ടിലോട്ട് ചെന്നാൽ കൊന്നു കളയും. ഓ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? ആട് എത്ര കിലോ? എടാ, 4 കിലോ അല്ല 400 കിലോ. പിന്നെ ആട്, കോഴി, താറാവ്, പോർക്ക്, ടർക്കി ഞാൻ പറഞ്ഞില്ലേ? എന്താണ് ടർക്കി എന്ന് പറഞ്ഞാൽ? അത് ഒരു രാജ്യമല്ലേ? പോടാ അവിടെ നിന്ന്. ഇടാ, ടർക്കി എന്ന് പറയുന്ന ഒരു ജാതി രുചിയുള്ള കോഴിയാണ്. കോഴി എങ്ങനെ രാജ്യമാവും? നീ പറയുന്ന രാജ്യത്തിന്റെ പേര് തുർക്കി എന്നാണ്. അമ്മേ, ഞാൻ പോണോ? ജാനു, കുട്ടനെ നോക്കിക്കോണേ. അവ എന്താ മിണ്ടാത്തെ? അച്ഛൻ തല്ലിയിട്ടുണ്ടാവും. അമ്മ വഴിക്കിട്ടോ? കുട്ടി തന്നെ എന്താ കരയണേ? അവനെന്ന് എന്നെ വിടുന്നില്ലല്ലേ? അയ്യോ, ബെല്ലടിച്ചു. ഓടിക്കോ. തിരുവോണ ദിവസം രാവിലെ ആളുകൾ കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തുന്നു. അന്ന് കുടുംബത്തിന്റെ തലവൻ എല്ലാവർക്കും സമ്മാനം നൽകുന്നു. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിത്തിരുത്താനുള്ള ഇരിപ്പിടമാണ് കുട്ടികൾ പൂക്കൾ കൊണ്ടുണ്ടാക്കുന്നത്. അത്തം മുതൽ ഉത്രാടം വരെയാണ് പൂവിട്. തിരുവോണ നാളിൽ അതിരാവിലെ കളം മെഴുകുന്നത് അരിമാവ് കൊണ്ടുള്ള കളം വരച്ച് അതിനു മേലൊരു പലകയിടുന്നു. അതിലാണ് ഈ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. ഒന്നുമില്ല ടീച്ചർ. അതിനാൽ മറുനാട്ടുകളിൽ കഴിയുന്ന ബന്ധുക്കൾ പോലും അന്ന് നാട്ടിൽ വന്നു ചേരും. ഊണിന് ശേഷം കളികളാണ്. വീട്ടിനുള്ളിൽ വെളിയിലും മറ്റു പല കളികളും നടത്താറുണ്ട്. ഓണക്കളികളിൽ എന്നെ കണ്ടപ്പോഴേ കൊക്കുകൾ പറഞ്ഞു തുടങ്ങി. ശ്വാസം അകത്തോട്ട് വലിക്കല്ലേ, മൂക്കിൽ കൊക്ക് കയറും. ആട്ടെ, മുതലാളുടെ മകന്റെ കല്യാണത്തിന് ചുരുങ്ങിയത് എത്ര പേര് കാണും? 1000 പേരെങ്കിലും കാണും. ഓടാ മണ്ട, 900 പേരെങ്കിലും കാണും. നീ ഒന്ന് സൗകര്യത്തിന് നിന്ന് തന്നിരുന്നെങ്കിൽ ഞാൻ ഇറച്ചിക്ക് തെണ്ടണ്ടായിരുന്നു. അന്തപ്പാ, നമുക്ക് പറ്റിയ വീടാടാ. എടാ, പരുവത്തിനെല്ലാം കച്ചവടാക്കി പോരാ. നീ കാലക്ഷ ഉണ്ടാക്കാതെ പതുക്കെ നടന്നു. ഇതുപോലെ നമുക്ക് 1 ഡസൻ വേണം. കണ്ടോ, ഒറ്റ ഡസൻ. അപ്പോഴേ ഇവിടെ വീട്ടുകാരും ഇല്ലേ? ഉണ്ട്. ആ, അങ്ങ് വന്നാട്ടെ. ഞങ്ങൾ ഈ ആടിനെയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ കോഴിയില്ലേ ഇവിടെ? ഉണ്ട്. കോഴി കോഴിയോടൊന്ന് വരാൻ പറ. ആ, താറാവില്ല അല്ലേ? ഇല്ല, വേണ്ട. ആ, അപ്പൊ 2 കോഴി, 2 ആട്ടുംകുട്ടി, 2 തള്ളയാണ്. എത്ര കിലോ കാണും? എല്ലാം കൂടെ ഒരു 50 കിലോ വരും. 50 കിലോ. എല്ലാം കൂടി മൊത്തം വില പറഞ്ഞോ? ഒരു 250 രൂപ വേണം മുതലാളി. 250 രൂപ കൂടുതലാ. ഒരു കാര്യം ചെയ്യ്, 200 രൂപ പിടിച്ചോ. മുതലാളുടെ മകന്റെ കല്യാണാവശ്യത്തിനാ. അന്തപ്പാ, ആടിനെ അഴിച്ചോ. ആട്ടുംകുട്ടി എവിടെ? ഒന്ന് വേഗം അഴിയടാ അന്തപ്പാ. ആ, എന്റെ മക്കളും. അയ്യോ തമ്പുരാനോ, ഞങ്ങളുടെ മകനാണ്. ഓ, പറഞ്ഞ പോലെ ഞാൻ ഈ വെയിലത്തിന് വന്നോണ്ടേ കണ്ണറിയാൻ വയ്യാതെയായിപ്പോയി. അതുകൊണ്ടാണ് ആട്ടുംകുട്ടി ഏതാണ് മനുഷ്യക്കുട്ടി ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ വന്നത്. എടാ അന്തപ്പാ, നമ്മൾ ഉദ്ദേശിച്ച കിലോഗ്രാം ഉണ്ടാവുമോ? അപ്പൊ ഞങ്ങൾ പോട്ടെ എന്നാ. ഓ, വാ അന്തപ്പാ, ഇതിനൊന്ന് പിടിച്ചേ. എന്തൊരു ദാഹം. അയ്യോ, നീ പോടാ മടയാ. എടാ, ആട്ടുംപാല് വീഴ്ചാലേ കിലോഗ്രാം എത്രയുണ്ടെന്ന് അറിയാൻ ഒക്കൂ. ഓ, ആട് ചവിട്ടിയത് മകരക്കട്ട കാണണോ? ആ, ഓടിക്കോ ഓടിക്കോ. നിന്റെ ഓട്ടത്തിന്റെ കോട്ട നാളെ തീരും.
കാൽപന്തുകളാണ് അധികം പ്രാധാന്യം. തുമ്പിത്തുള്ളൽ, കൈകൊട്ടിക്കളി, ഊഞ്ഞാലാട്ടം, കരടിക്കളി, വള്ളംകളി എന്നിവ ഓണക്കാലത്തെ പ്രത്യേക വിനോദയിനങ്ങളാണ്. കായും കളിയും ഓണക്കാലത്ത് ആബാലവൃത്തം നിങ്ങൾ ഏതെങ്കിലും വിനോദത്തിൽ ആവശ്യപൂർവ്വം പങ്കുകൊള്ളുന്നു. മധുരമായ ഗാനങ്ങൾ, മനോഹരമായ നൃത്തങ്ങൾ, ആട്ടുവിളിയും കൂട്ടക്കുരവകളും നാനാവർണ്ണങ്ങളും ഭംഗികളും തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൽ ജീവിത ക്ലേശങ്ങൾക്ക് വിസ്മരിച്ച് നാടകമുള്ള മുതലാളിയുടെ വീട്ടിലെ ജോസിന് എന്റെ മോളെ എന്താ ഇത്? എണീക്ക് മോളെ, എണീക്ക്. അറിയാതെ നമുക്ക് വേറെ ഒന്നും മേടിക്കാം. കോഴി, താറാവ്, മൂഴി ഇതെല്ലാം അവസാനം നിന്ന് ഞാൻ കൊണ്ടോടാം. ആല, കണ്ടാമൃഗം. ഇത് നമുക്ക് കല്യാണം നാളെ. മെത്രാനച്ചൻ കല്യാണത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. എല്ലാം നിന്റെ ഭാഗ്യമാണോടാ മോനെ. അത് പിന്നെ പറയാനുണ്ടോ? അല്ലെങ്കിൽ മുതലാളുടെ മകനായിട്ട് ജനിക്കൂ. അതല്ല ജോസേ, മറ്റൊരു പരിപാടിക്ക് പോകാമെന്ന് സമ്മതിച്ച ശേഷം പിന്നെ ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. പിന്നെ അന്തോണി, എന്തോ കല്യാണത്തിന് പങ്കെടുക്കേണ്ട 30 അച്ഛന്മാർക്കും ഇവിടെ വരാൻ കാർ ഏർപ്പാട് ചെയ്യേണ്ട ചുമതല നിന്നെ ഏൽപ്പിക്കുകയാണ്. വിരുന്നുകാർക്കും മറ്റുള്ളവർക്കും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കേണ്ടത് നിന്റെ ചുമതലയാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റി ചേട്ടാ. കുട്ടനെ കൊല്ലല്ലേ മുതലാളി, കൊല്ലല്ലേ. എന്റെ കുട്ടനെ കൊല്ലല്ലേ മുതലാളി, കൊല്ലല്ലേ. എന്താ, എന്ത് വേണം നിനക്ക്?
എന്താ ജോസേ ഇത്? എന്റെ ആട്ടുകുട്ടി കൊല്ലല്ലേ മുതലാളി, അവനെന്റെ ജീവനാ. ആ ഇപ്പൊ കാര്യം പിടികിട്ടി. ഇവളെ നമ്മുടെ ചെരുവിലെ അപ്പുവിന്റെ മോള. അതിനെനിക്ക് മടക്കി തരണം മുതലാളി, എന്നെ കൊല്ലരുതേ. പോവണ്ണേ, അവളും അവളുടെ ഒരു ആട്ടുംകുട്ടി 40 രൂപ എണ്ണിക്കൊടുത്ത് വാങ്ങിച്ചതാ. എന്റെ കുട്ടാ, ഇതിനെനിക്ക് മടക്കി തരണം മുതലാളി. അല്ലെങ്കിലേ ഇവിടെ ഇറച്ചി തികയില്ല. ഇതിന് നിനക്ക് തിരിച്ചു തന്നാൽ ഞങ്ങൾ പട്ടിണിയാവും. ജോസേ, അല്ല അപ്പൂനിപ്പോ ഈ ആട്ടിൻകുട്ടി വിൽക്കേണ്ട ആവശ്യം? വലിയ ശല്യമായിരുന്നു മുതലാളി. അവൻ വെച്ച ചെടിയെല്ലാം നശിപ്പിച്ചു. ഞാൻ ചെന്നപ്പോ പറഞ്ഞ വിലക്ക് പിടിച്ചു തന്നു. കുട്ടിയുടെ കയ്യിൽ 40 റുപ്യ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ 40 റുപ്യ തന്നിട്ട് നിന്റെ ആട്ടിൻകുട്ടിയെ മടക്കി കൊണ്ടുപോയിക്കും. 40 രൂപ പോയിട്ട് 40 ചില്ലി കാശുണ്ടോടി പെണ്ണെ നിന്റെ കയ്യില്? നീ നിന്റെ പാട്ടിന് പോസ്. എന്തോ മുതലാളി, ഞാൻ എന്റെ കുട്ടിനെ കൊണ്ടുപോട്ടെ. ഞാൻ പോട്ടെ മുതലാളി. ഓളെ ഇവിടെ വരൂ. പ്രായം എനിക്കാണെങ്കിലും വിവേകം കാണിച്ചത് നീയാണ്. ഇന്ന് നിന്റെ നിർമ്മല ഹൃദയം എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. കൊല്ലരുത് എന്ന വലിയ പാഠം. ഒരാട്ടിൻകുട്ടിയെ പോലും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നവർ ഈ ലോകത്ത് ഇന്നുമുണ്ടല്ലോ. മോളെ, നീ എന്റെ ഗുരുവാണ്. ഈ മാല എന്റെ ഗുരുദക്ഷിണ. മോളെ, നീ നിന്റെ ആട്ടിൻകുട്ടിയുമായി സന്തോഷമായി വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ. ഈ മിണ്ടാപ്രാണികളുടെ രക്തം ചിന്താതെ തന്നെ എന്റെ മകന്റെ കല്യാണം നടക്കും. അതുകൊണ്ട് മോളുടെ ആട്ടിൻകുട്ടിയെ മാത്രമല്ല, ഒരു ജീവിയെയും ഈ കല്യാണത്തിൽ ഞാൻ കൊല്ലുകയില്ല. മോള് സന്തോഷമായിട്ട് ഈ ആട്ടിൻകുട്ടിയുമായി വീട്ടിലേക്ക് പോയിക്കൊള്ളൂ.